ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഒരുപാട് പേർക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ നമ്മൾ ഏറ്റവും അധികം ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ച്. ഈ ഹാഫ് ക്ലച്ച് എപ്പോഴൊക്കെയാണ് ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ടതെന്ന് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക ബിഗിനേഴ്സിനും അറിയത്തില്ല. ഇത് ഡ്രൈവിങ്ങിൽ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കയറ്റത്ത് മാത്രമാണ് നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഹാഫ് ക്ലച്ച് നമുക്ക് ഡ്രൈവിങ്ങിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളത് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ പതിവ് പോലെ പൂർണ്ണമായിട്ട് തന്നെ കാണണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാഹനത്തിന്റെ വേഗത ബാലൻസ് ചെയ്യാനും നന്നായിട്ട് വണ്ടി ഓടിക്കാനും ഈ ഹാഫ് ക്ലച്ചിന്റെ ഉപയോഗം നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളിനി ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ബാലൻസ് ചെയ്യേണ്ട രീതി ക്ലിയർ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം നമുക്ക് ഡ്രൈവിങ്ങിൽ തുടങ്ങുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ബ്രേക്കിൽ ആദ്യം കാല് വെക്കുക, എന്നിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്തു തുടങ്ങുന്നത്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിങ്ങിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്താണ്. കാരണം ഈ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുന്ന സമയത്ത് വണ്ടി ആദ്യമായിട്ട് അനങ്ങാൻ, അതായത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. മുന്നോട്ട് നീങ്ങി തുടങ്ങുന്ന പോയിന്റ് അല്ല, മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന ഒരു പോയിന്റ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത്തരത്തിൽ ബ്രേക്കിൽ കാല് നമ്മൾ വെക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ 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 നമ്മളിങ്ങനെ കാല് അയക്കുക. ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് അയക്കുന്നുണ്ട്. അയക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ബ്രേക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. എന്നാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രതീതിയിലേക്ക് ക്ലച്ചിൽ നിന്ന് നമ്മൾ കാലയച്ച് വരുന്ന ആ ഒരു പോയിൻ്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ആ കറക്റ്റ് പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ടും ആദ്യം വരിക. ഓക്കെ, ആദ്യം വന്നതിന് ശേഷം നമ്മളൊരു നിരപ്പ് റോഡിൽ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ഞാൻ ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. ആ കറക്റ്റ് പോയിന്റിൽ നിൽക്കുന്നു, എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വാഹനം മുന്നോട്ടും പോകില്ല, പുറകോട്ടും പോകത്തില്ല. അതായത് ആ നിരപ്പ് റോഡിൽ ക്ലിയർ ആയിട്ട് വാഹനം കിടക്കുകയാണ്. ഇനി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇവിടെ പതിയെ ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുക്കുന്നു. ചെറുതായിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു നിരപ്പ് റോഡിൽ നമുക്കിത് ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വാഹനത്തെ സേഫ് ആയിട്ട് ഓഫ് ആകാതെ എടുക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ്. അത് നമ്മൾ വാഹനം നിരപ്പത്തായിക്കോട്ടെ, നമ്മുടെ വണ്ടി കയറ്റത്തായിക്കോട്ടെ കിടക്കുന്നത്, ഏത് റോഡിലാണെങ്കിലും നമ്മൾ വണ്ടി ആദ്യം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കണം. എന്നാൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാതെ നമ്മളൊരു വണ്ടി എടുക്കുന്ന സാഹചര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറക്കത്താണ്. എന്നാൽ ഇറക്കത്തും നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഇറക്കത്ത് നിർത്തിയേക്കാണ്. നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി, മുന്നിലൊരു ഇറക്കമാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ച് ആദ്യം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? ഇറക്കമായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ബ്രേക്കിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ തന്നെ വണ്ടി ഉരുണ്ട് തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? പതുക്കെ 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 ക്ലച്ചിൽ നിന്ന് അയച്ച് നമ്മളിത് ഗിയറിലേക്ക് ആക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ക്ലച്ച് ഔട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഗിയറിൽ വാഹനമായിട്ട് പോകാൻ കഴിയും. അപ്പം നമ്മൾ ഒരു പരിധി വരെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരാത്തതെന്ന് പറയുന്നത് ഒരു ഇറക്കത്തുള്ള റോഡിലാണ്. അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് മാത്രമേ ഒരു വാഹനം എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളെ അതിന് മറ്റൊരു ഉദാഹരണം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ഇപ്പം ഇവിടെ വണ്ടി ഒന്ന് ഞാൻ സ്ലോ ചെയ്യുകയാണ്. ഓക്കെ, സ്ലോ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയണം. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു. ഇവിടെ ഒരു ജംഗ്ഷനാണ്, ഞാനിവിടെ വണ്ടി നിർത്തുന്നു. രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വാഹനം നമ്മൾ ഈ സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഞാനിത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് ഈ ടേൺ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വളവുകളൊക്കെ തിരിയുന്ന
സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്ത് വേണം നമ്മൾ തിരിയാൻ. ആക്സിലറേഷൻ്റെ അളവ് കൂടാനും പാടില്ല. അപ്പം ഒരു വളവ് ടേൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറും ഒപ്പം തന്നെ ഹാഫ് ക്ലച്ച് നമുക്ക് ആവശ്യമായിട്ട് വരും. വളവെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി സ്ലോ ആകുകയാണ്. അപ്പോൾ ആ സ്ലോ ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വണ്ടിക്ക് വീണ്ടും മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ പോകുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വളവാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ യൂസ് വേണ്ട. ചെറിയ വളവായതുകൊണ്ട് തന്നെ നമുക്കിത് ആക്സിലറേഷൻ ലൈറ്റായിട്ടൊന്ന് കുറച്ച് ഞാനിത് വളവ് ഇങ്ങനെ തിരിയുന്നു, വീണ്ടും നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ പോകുന്നു. ഇനി മറ്റൊരു ഹാഫ് ക്ലച്ചിൻ്റെ സിറ്റുവേഷൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോകുന്നു, വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ്. എന്നിട്ട് തേർഡിൽ നിന്ന് ക്ലച്ച് ഓടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇവിടെ ഒരു ഹമ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ വണ്ടി ചവിട്ടി നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി എനിക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചു. നിങ്ങൾ നോക്കുക, എന്നിട്ട് ഇവിടെ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് എടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ അവിടെ വണ്ടി നിർത്തിയെടുത്ത സന്ദർഭം വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ പോകുന്നു, ചെറിയൊരു കയറ്റമാണ്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പേടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുത്തനെയുള്ള കയറ്റത്ത് വണ്ടി എടുക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്താണ്, നല്ല കുത്തനെയുള്ള കയറ്റത്ത്. ഈ കയറ്റത്തിൻ്റെ ഏകദേശം നല്ലൊരു കുത്തനെയുള്ള ഭാഗത്താണ് വണ്ടി നിർത്തിയേക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് കാൽ അയക്കാൻ പാടില്ല. അയച്ചാൽ വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പോൾ ബ്രേക്ക് ചവിട്ടി നമ്മളങ്ങ് പിടിച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ ഏറ്റവും സാവധാനത്തിൽ ഇവിടെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്, അതായത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പോയിന്റ് കറക്റ്റ് കണ്ടുപിടിക്കും. ഇപ്പം ഞാൻ കറക്റ്റ് ആ പോയിന്റിലേക്ക് വന്നു. ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാൽ അയക്കുകയും ചെയ്യണം. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്താൽ ഉടൻ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പൊക്കുക എന്നുള്ളതല്ല, പതിയെ കാല് റിലീസ് ചെയ്യണം. അതായത് ബാലൻസ് ചെയ്ത് റിലീസ് ചെയ്യണം. നിങ്ങളെ ഞാൻ കാണിക്കാം. ആക്സിലറേഷൻ ഇവിടെ കൊടുക്കുന്നു, എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി പെട്ടെന്ന് തന്നെ മുന്നോട്ട് എടുത്തോളൂ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്നു. അല്ലാതെ ഒറ്റയടിക്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. പലരും എന്ത് ചെയ്യും, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല കയറ്റമല്ലേ എന്ന് ഓർത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് കാല് ഇങ്ങനെ അങ്ങ് പൊക്കിയെടുക്കും. അപ്പം വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി ഓഫായി പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ കയറ്റത്ത് ഹാഫ് ക്ലച്ചിൻ്റെ ഒരു ബാലൻസിങ് നിങ്ങളെ കാണിച്ചു തന്നു. വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ യൂസ് വരുന്ന മറ്റൊരു സാഹചര്യം ഏതാണ്, നമ്മൾ ചില ഗട്ടറുകളിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഗട്ടറിൽ ഇറങ്ങി കയറുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വണ്ടി സ്ലോ ചെയ്യേണ്ടി വരും. അത് സ്ലോ ചെയ്യാനായിട്ട് നമുക്ക് ക്ലച്ച് താഴോട്ട് താഴ്ത്തി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കട്ടിങ്ങും കല്ലുകളൊക്കെ കാണും. അവിടെ വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുകയും പതിയെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും. ഇത് ഹാഫ് ക്ലച്ചിൽ നമുക്ക് ഗട്ടറുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ട മറ്റൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കട്ടിംഗ് ആണ്. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വണ്ടി എടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഇവിടുന്ന് ബ്രേക്ക് കാലെടുക്കുകയാണ്. ഈ കട്ടിങ് കിടക്കുന്നതുകൊണ്ട് വണ്ടി ചെറിയ ഇറക്കം കൂടിയ റോഡാണ്, വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ പതുക്കെ ഒന്ന് എടുത്തു. ഇനി വണ്ടി വീണ്ടും ഒന്ന് നിർത്തേണ്ടി വന്നു. നിർത്തിയിട്ട് നിങ്ങൾ നോക്കുക, വീണ്ടും എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ വണ്ടി ഉരുളുന്നില്ല. കാരണം എന്താണ്, കല്ലുണ്ട്. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഗട്ടറുകൾ നമ്മൾ ചാടി ഇറങ്ങി പോകുന്ന സാഹചര്യങ്ങളിൽ ഗട്ടറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മളുടെ വാഹനം എപ്പോഴൊക്കെ സ്ലോ ചെയ്ത് നമുക്ക് മുന്നോട്ട് എടുക്കേണ്ട സാഹചര്യം വരുന്നോ, അത് ഒരു നിരപ്പ് റോഡിലും കയറ്റത്തും അതുപോലെ തന്നെ ഗട്ടറുള്ള
ഇത്തരത്തിലുള്ള റോഡുകളിലുമാണെങ്കിൽ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ ഇറക്കത്തോട് കൂടിയ റോഡുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നല്ല ഇറക്കവും സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് അയച്ച് ക്ലച്ചിൽ നിന്ന് ഫുള്ള് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൻ്റെ ഒരു യൂസിനെ കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഒപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യരുത്. വണ്ടി എടുക്കത്തില്ല, വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. കാരണം എന്താണ്, ടോർക്ക് കുറഞ്ഞ പവർ കുറഞ്ഞ ഒരു ഗിയറിലാണ് നമ്മൾ വണ്ടിയെ എടുക്കുന്നത്. അപ്പോൾ വാഹനത്തിനൊരു വെയിറ്റ് ഉണ്ട്, വണ്ടി യാത്ര ചെയ്യുന്ന നമുക്കൊരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു വണ്ടിയെ നമുക്കൊരു തേർഡ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മൂവ് ആക്കാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് വണ്ടി നിർത്തിയെടുക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.